അള്ളാഹു സൃഷ്ടികളോട് ഒരു വിധത്തിലും തുല്യനല്ല. എല്ലാ സൃഷ്ടികളിലും വ്യത്യസ്തനാണ്. ഒരു സൃഷ്ടിയും അള്ളാഹുവിനോട് തുല്യമായത് ഇല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ് ലൈസ കമിഥ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. ഖുർആൻ പറഞ്ഞ വിശ്വാസം നമ്മുടെ മദ്രസാ പാഠപുസ്തകങ്ങളിൽ നമ്മൾ ചെറിയ മക്കൾക്ക് പഠിപ്പിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ച് ശരിയായ വിശ്വാസം പഠിപ്പിക്കുന്നു. അതേ വാഹിദുൻ, അള്ളാഹു ഏകനാണ്. ഞാൻ ഏകനാണെന്ന് പറയാൻ പറ്റില്ല. രക്തവും മാംസവും മജ്ജയും എല്ലും പല്ലും പലതും കൂടി ചേർന്നതാണ് ഞാൻ. കൈയും കാലുമൊക്കെ കൂടി ചേർന്നതാണ് ഞാൻ. അള്ളാഹു അങ്ങനെയല്ല. അവൻ പൂർണ്ണമായും ഏകനാണ്. അള്ളാഹു അഹദ്, അള്ളാഹു സമദ്. അള്ളാഹു തആല ഒന്നിലേക്കും ആശ്രയമില്ലാത്തവനാണ്. എല്ലാ സൃഷ്ടികളും പടച്ചവനെ ആശ്രയിക്കുന്നവരാണ്. അള്ളാഹുവിന് ഖുദ്റത്ത് എന്ന ഒരു സിഫത്തുണ്ട്. ആ സിഫത്ത് അതുകൊണ്ടവൻ ഖാദിറാണ്. അവൻ എന്തിനും സ്വന്തം തന്നെ കഴിവുള്ളവനാണ്. നമുക്കാർക്കും സ്വന്തം ഒരു കഴിവുമില്ല. ഒരു മലക്കിനുമില്ല, ജിന്നിനുമില്ല, മനുഷ്യനുമില്ല, ഔലിയാക്കൾക്കുമില്ല, അമ്പിയാക്കൾക്കുമില്ല. സ്വന്തം കഴിവ് ഒരാൾക്കുമില്ല. അള്ളാഹു മാത്രമാണ് സ്വന്തമായി കഴിവുള്ളവൻ. അതേ ഖാദിർ മുരീദുൻ, അല്ലാഹു തആല എല്ലാം അവൻ ഉദ്ദേശിച്ചത് പ്രകാരം നടത്തുന്നവനാണ്. അവൻ ഉദ്ദേശിച്ചതല്ലാതെ നടക്കുകയില്ല. മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ. അല്ലാഹു ഉദ്ദേശിച്ചതുണ്ടാകും, അവൻ ഉദ്ദേശിക്കാത്തതൊന്നും ഉണ്ടാവുകയില്ല. ഈ ഇറാദത്ത് എന്ന സിഫത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി, മുരീദുൽ ലിൽ കായിനാത്ത്, സർവസൃഷ്ടികളെയും അവൻ ഉദ്ദേശിച്ചുണ്ടാക്കുന്നതും ഉണ്ടാക്കിയതുമാണ്. അതേ മുദബ്ബിറുൽ ലിൽ ഹാദിസാത്ത്, എല്ലാ സൃഷ്ടികളെയും ശരിക്ക് കൃത്യമായി വ്യവസ്ഥപ്പെടുത്തി ശരിക്കും കൃത്യമായി പൂർണ്ണമായും നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നവനാണ് അല്ലാഹ്.